ഇന്നിവിടെ പോണ്ടിച്ചേരി സ്റ്റേറ്റ് ലെവൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എൻ്റെ ഫ്രണ്ടും ഓൻ്റെ ബ്രദറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓൻ്റെ ബ്രദറാണ്. ആദ്യം ഓൻ്റെതായിരുന്നു. ആദ്യം എന്നല്ല, അതിന് മുന്നേ കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്തിയത്. ഞങ്ങൾ ഇവരുടെ രണ്ടുപേർത്തും കാണാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയതാണ്. അധികം ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ കോമ്പറ്റീഷൻ തുടങ്ങി കേട്ടോ. അവിടുന്ന് ജഡ്ജസ് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ ഓരോ പോസുകൾ കാണിക്കുന്നതാണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നിട്ടല്ലോ. ഭയങ്കര സപ്പോർട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒച്ചം ബഹളമായതുകൊണ്ട് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പോസിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഈ അറ്റത്ത് നിൽക്കുന്ന നമ്പർ 36 ആണ് ഞങ്ങളുടെ ചെക്കൻ. ഞാനധികം കിടന്ന് തള്ളുന്നില്ല. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ അവരെ ഓരോ പോസുകളും അവരുടെ ബോഡി ഓരോ മസിലും ഓരോ ഭാഗത്തിലെ മസിലുകളും എടുത്ത് കാണിക്കുന്നതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ടു. പിന്നെ അവരോട് ഇങ്ങനെ ഓരോ പോസുകളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ മുന്നിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറായിരുന്നു കേട്ടോ. എല്ലാവരും ഫ്രണ്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഓടി തിക്കി തിരക്കി വന്ന് ബാക്കിലിരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ ഇവരോട് ഒന്നിച്ച് ഇഷ്ടമുള്ള പോസുകൾ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ബെസ്റ്റ് ഓരോരുത്തരും എടുത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേണം ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനെന്നുള്ളവർക്ക് ഓരോരുത്തർ വന്നിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഈ ചെക്കന്മാരുടെയൊക്കെ ഒന്നിച്ചുള്ളതും പിന്നെ സിംഗിളായിട്ടുള്ള പിന്നെ രണ്ട് പേര് പെയറായിട്ടുള്ളൊക്കെ ആയിട്ടുള്ള എല്ലാവിധ പെർഫോമൻസും കഴിഞ്ഞിട്ട് ജഡ്ജസ് എല്ലാ മാർക്കും ഒക്കെ കൂട്ടി ഫൈനൽ റിസൾട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റും പ്രൈസും ഒക്കെ അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെക്കന് 3rd പ്രൈസാണ് കിട്ടിയത്. ബ്രോൺസ് മെഡലാണ് കിട്ടിയേക്കുന്നത്. അതിനുള്ള മൊമെൻറ്റും പിന്നെ സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ഒക്കെ കൊടുത്തു. പിന്നെ സെക്കൻഡ് വന്നു. ഇവരൊന്നും പിന്നെ എനിക്ക് അറിയില്ല കേട്ടോ. സെക്കൻഡ് വന്നു. എല്ലാവർക്കും ഉള്ളതൊക്കെ അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എക്സ് ജിമ്മുമാരാണ് കേട്ടോ. ജഡ്ജസായി വന്നവരും ഓർഗനൈസ് ചെയ്തവരൊക്കെയാണ് ഈ വൈറ്റ് ഡ്രസ്സിൽ നിൽക്കുന്നവർ. അങ്ങനെ ഈ ചെക്കനാണ് ഫസ്റ്റ് പ്രൈസ് വന്നത്, ഗോൾഡ് മെഡൽ. അവനുള്ള മൊമെൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. കുറേ കാലത്ത് ഡയറ്റിനും ഷുഗർ കട്ടിനൊക്കെ ശേഷം ചെക്കൻ ആദ്യമായിട്ട് മധുരമുള്ള ഐറ്റംസൊക്കെ തിന്നുകൊണ്ട് ഡോണറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മനസ്സറിഞ്ഞ് കഴിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് മനോജിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഈ നമ്പർ 61 ആണ്, അറ്റത്ത് നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവരുടെ കോമ്പറ്റീഷനും തുടങ്ങി. അവർ കുറച്ചും കൂടെ നമ്പർ കൂടുതലായിരുന്നു. ഇവൻ 70 kgയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇങ്ങനെ ഓരോ വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ ഓരോ കാറ്റഗറി തിരിച്ചിട്ടുള്ളത്. ഈ ടീമിനും ഇങ്ങനെ തന്നെയാണ്. ജഡ്ജസ് ഓരോ പോസുകളൊക്കെ പറയും. അത് ഇവരിങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്ത് കാണിക്കും. ആദ്യം ഗ്രൂപ്പായിട്ട് കാണിക്കും. പിന്നെ ഓരോരോ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വിളിക്കും. അതിലിങ്ങനെ 2 പേര് 3 പേര് 5 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് ഓരോ പാർട്ടായിട്ട് ഇവർ ഓരോന്ന് എടുത്തിട്ട് കാണിക്കാൻ പറയും. മനോജ് ആകെ ക്ഷീണിച്ചു പോയായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ ഈ കോമ്പറ്റീഷന് ഒരു 2-3 ദിവസം തൊട്ട് ഡയറ്റ് മാത്രമല്ലാതെ വെള്ളം പോലും കുടിക്കില്ല കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ളത് കുടിക്കുക എന്നല്ലാതെ വാട്ടർ കണ്ടൻറ്റ് ബോഡിയിൽ കുറച്ച് വരും. എന്നാലേ ബോഡി മസിൽസും അതുപോലെ തന്നെ വെയിൻസൊക്കെ വിസിബിൾ ആവുള്ളൂ എന്നും പറഞ്ഞിട്ട് വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാതെ ഡയറ്റ് ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഇവനൊക്കെ തന്നെ പറ്റി ക്ഷീണിച്ചു പോയി. പിന്നെ ഇതിൻ്റെ ടെൻഷനും കാരണമൊക്കെ പിന്നെ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഈ ടീമിൽ നിന്ന് ഫൈനൽ 5 തിരഞ്ഞെടുത്ത പിള്ളേരാണ് കേട്ടോ ഇത്. ഇവരും പിന്നെ ഇതേപോലെ പഴയ പോലെ തന്നെ ഓരോ പോസുകൾ പറയുന്നു, അത് ഇവർ കാണിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കും അങ്ങനെ മസിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ തോന്നും കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ മൈഗ്രെയിൻ വന്നു പോകുമെന്ന്. അത്രയ്ക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇവർ പറയുമ്പോൾ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് നമുക്കും അങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ തലയിങ്ങനെ പിടിക്കുന്ന സമയത്ത് എനിക്കൊന്ന് തലവേദന വരുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്നതല്ല
അല്ലല്ലോ. അവർ കാണിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വില പിടിക്കാൻ തോന്നും. പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തവരൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. എല്ലാവരും മുന്നിൽ തിക്കി തിരക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്നതാണ്. ബാക്കിലുള്ളവർക്കൊന്നും കാണാൻ പറ്റണില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെപ്പിച്ചിട്ട് അവരെയും കൂടെ ഉപദേശമൊക്കെ കൊടുത്തോട്ടൊക്കെ എവിടെ ഒന്നും നടക്കുന്നില്ല. പിന്നെ എല്ലാവരും ഫ്രണ്ടിലേക്ക് തന്നെ വരും. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തന്നെ ആയിരിക്കും. ഞാനൊക്കെ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് താഴ്ന്ന് മേലേക്ക് നോക്കുന്ന മാതിരി കാണുന്നത്. ഞാൻ അവിടെ തറയിൽ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അവസാനം പിന്നെ ഇവർക്ക് ഫ്രീ സ്റ്റൈലിൽ അവരുടെ ഇഷ്ടത്തിന് പെർഫോം ചെയ്യാനുള്ള ചാൻസാണ് കേട്ടോ. അതിൽ പിന്നെ നമ്മുടെ പോഞ്ഞിക്കരൻ്റെ മ്യൂസിക് വിത്ത് മസിൽ ഷോ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പാട്ടിട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പെർഫോം ചെയ്യാം. അങ്ങനെ 3rd പ്രൈസ് വന്നു. പിന്നെ 2nd പ്രൈസ് ഞങ്ങളുടെ ഫ്രണ്ട് മനോജിനാണ് കിട്ടിയത്. സിൽവർ മെഡലും അതേപോലെ മൊമെൻറ്റോ ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞാൽ ഈ ചെക്കനാണ് ഫസ്റ്റ് വന്നത്, ഗോൾഡ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും പിന്നെ ട്രെയിനേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കലും ജഡ്ജസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ ഫോട്ടോക്കൊക്കെ നിന്ന് അപ്പോഴേക്കും എല്ലാവരും ഫേസ് കണ്ടില്ല, കുറേ എണ്ണം ടയേർഡായിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇവന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മധുരമൊക്കെ വാങ്ങിപ്പോയായിരുന്നു. പക്ഷേ ഇവൻ്റെ കോമ്പറ്റീഷൻ കഴിയുന്നതിൻ്റെ മുന്നേ ഇതേ നിൽക്കുന്ന ട്രെയിനേഴ്സ് അടക്കം എല്ലാവരും അത് തിന്നു. പിന്നെ പാവൻ ചെക്കന് എന്തൊക്കെയോ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് അവൻ്റെ ഫാമിലി. അവൻ്റെ അച്ഛനും അമ്മയും അനിയനുമാണ്. മറ്റേത് കസിൻ ബ്രദർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. കുറേ പേരൊക്കെ അപ്പോഴേക്ക് പോയിരുന്നു കേട്ടോ.